ഏതാണ്ട് 1650 ദിവസങ്ങളോളം ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. ഒരു 40 വർഷത്തിന് ശേഷമാണ് ഒരു 3D ഫിലിം ഇന്ത്യയിൽ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സൂപ്പർ സ്റ്റാർ, അതായത് മലയാളികളെല്ലാം കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്ന ലാലേട്ടൻ, അദ്ദേഹത്തിൻ്റെ പ്രഥമ സംവിധാന സംരംഭത്തെക്കുറിച്ച് ജസ്റ്റ് പറഞ്ഞ ഒരു ചെറിയ ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എൻ്റെ ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിത് കണ്ടു കാണും. മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ 40 വർഷത്തിന് ശേഷം വരുന്ന 3D മൂവിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന കാര്യം, ഈ ഒരു ക്ലിപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെ നാക്ക് ഉളുക്കി അല്ലെങ്കിൽ നാവ് പിഴച്ചു എന്ന് തന്നെയാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അദ്ദേഹം തന്നെ 2024 അദ്ദേഹത്തിൻ്റെ ബറോസ് എന്ന് പറയുന്ന ഒരു മൂവി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ ആ സിനിമയെ പറ്റി ഒന്നും പറയാൻ ഞാൻ ആളല്ല. ഞാൻ ലാലേട്ടൻ പറഞ്ഞ ഈ ഒരു കാര്യത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. കാരണം എൻ്റെ ഭാഗത്ത് ഇതേപ്പറ്റി വളരെ വിശദമായി തന്നെ സംസാരിക്കാനുള്ള എല്ലാ തെളിവുകളും ഉണ്ട് അദ്ദേഹത്തിൻ്റെ നാവ് പിഴച്ചു എന്നതിന്. കാരണം അദ്ദേഹം ഈ 40 വർഷം മുമ്പ് എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് 1984, അതും ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനമായിട്ട് ജിജോ പുന്നൂസ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ, അദ്ദേഹമാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 70mm മൂവി പടയോട്ടം ചെയ്തത്. അപ്പോൾ അദ്ദേഹം 3D മൂവി, ഇന്ത്യയിലെ ആദ്യത്തെ 3D മൂവി കൊണ്ടുവരുന്നു. അതും മലയാളത്തിലാണ്, മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ആ സിനിമ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലോട്ടും ഡബ്ബൊക്കെ ചെയ്ത് പോയിട്ടുണ്ട്. ഭയങ്കര ഹിറ്റായിരുന്നു ആ സിനിമ. 1984 ഇറങ്ങിയതിന് ശേഷം വീണ്ടും 2 പ്രാവശ്യം റിലീസ് ചെയ്യുകയും, ഇന്ന് മറ്റേ സ്ഫടികം വന്നതൊക്കെ പോലെ റിലീസ് ചെയ്യുകയും, ആ 2 പ്രാവശ്യവും മെഗാ ഹിറ്റായിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു ഈ 1984 മൈ ഡിയർ കുട്ടിച്ചാത്തൻ. പക്ഷേ ലാലേട്ടൻ ഒരിക്കലും, അദ്ദേഹം ആ ഒരു പടം ചിന്തിക്കുമ്പോൾ ലാലേട്ടൻ ഗുരുസ്ഥാനത്ത് കണ്ടിരുന്ന നമ്മുടെ അഭിമാന സംവിധായകനും അതുപോലെ തന്നെ ക്യാമറമാനും ഒക്കെ ആയിരുന്ന വിൻസെൻ്റ്, അദ്ദേഹം, അതായത് ഭാർഗവി നിലയം പോലുള്ള മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് മൂവികൾ ചെയ്ത വിൻസെൻ്റ് എന്ന് പറയുന്ന അദ്ദേഹം, ലാലേട്ടനെ വെച്ച് ശ്രീകൃഷ്ണപരന്ത് ചെയ്ത അദ്ദേഹം, പൗർണമി രാവിലെന്ന് പറഞ്ഞിട്ട് 1985, അതായത് ജിജോ ചെയ്ത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ 1985 പൗർണമി രാവിലെന്ന് പറഞ്ഞ ഒരു മലയാളത്തിലെ 3D മൂവി ചെയ്തിട്ടുണ്ട്. അപ്പം 84 കഴിഞ്ഞ് 85 കഴിഞ്ഞു. ഇനി അവിടെയും തീരുന്നില്ല മലയാളത്തിൻ്റെ. പക്ഷേ 85 കഴിഞ്ഞിട്ട് മലയാളത്തിലൊരു ഗ്യാപ്പ് വരുന്നു. അതായത് ഞാനിപ്പോൾ പറയാൻ പോകുന്ന മലയാള ഭാഷയിലിറങ്ങിയ 3D റിലീസുകളെ പറ്റിയാണ്. 2012 രൂപേഷ് പോൾ എന്ന് പറയുന്ന മലയാളിയായിട്ടുള്ള UK സെറ്റിലായിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ, അതുപോലെ തന്നെ സംവിധായകനും റൈറ്ററും ഫിലിം പ്രൊഡ്യൂസറും ഒക്കെ ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ സോഹൻ റോയിയോട് ചേർന്നുകൊണ്ട് 2012 സെയിൻറ്റ് ഡ്രാക്കുള എന്നൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടെ 2 ലാംഗ്വേജിലാണ് ആ പടം അവർ പുറത്തിറക്കിയത്. അപ്പോൾ 2012 സെയിൻറ്റ് ഡ്രാക്കുള എന്നൊരു പടം വന്നിട്ടുണ്ട്. ഇനി 2013 രക്തരക്ഷസ് എന്ന് പറഞ്ഞൊരു സിനിമ. ഈ രക്തരക്ഷസ് എന്ന് പറയുന്ന സിനിമ, അതും ഈ രൂപേഷ് പോൾ തന്നെയാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. അതും മലയാളത്തിലിറങ്ങിയ 3D ആയിട്ടുള്ള ഒരു ഹൊറർ സിനിമ തന്നെയായിരുന്നു. 2015 നമ്മൾ അനുഗ്രഹീത കലാകാരനായിട്ടുള്ള മണിച്ചേട്ടനെ ഒരു പ്രധാന കഥാപാത്രമാക്കി റിലീസായിട്ടുള്ള മായാപുരി എന്ന് പറയുന്ന ഒരു സിനിമയും മലയാളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അതും ഒരു 3D പടമായിരുന്നു. ഇതെല്ലാം മലയാള സിനിമകളാണെന്ന് ഓർക്കണം. ആയതിനു ശേഷം ഈ ബറോസ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഡിസ്കഷൻ തുടങ്ങും മുമ്പ് തന്നെ മരിച്ചുപോയ പ്രധാന ഒരു സിനിമാറ്റോഗ്രാഫറായിരുന്ന രാമചന്ദ്ര ബാബു സാറ് ദിലീപിനെ നായകനാക്കിക്കൊണ്ട് പ്രൊഫസർ ഡിങ്കൻ എന്ന് പറഞ്ഞിട്ടൊരു 3D പടം അനൗൺസ് ചെയ്യും. അതിനുശേഷമാണ് ബറോസ് വരുന്നത്. 1984 മൈ ഡിയർ കുട്ടിച്ചാത്തൻ നമുക്ക് മലയാളികളെ സമ്മാനിച്ച ജിജോ പുന്നൂസിൻ്റെ തന്നെ ഒരു ബുക്കിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ട് ലാലേട്ടൻ ബറോസ് സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പം അതേ ജിജോ പുന്നൂസ് തന്നെ അദ്ദേഹം ഒരു ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള ജോസ് പുന്നൂസ് ചേകവർ എന്ന് പറയുന്ന ഒരു 3D സിനിമയായിട്ട് ഇനി മലയാളികളെ ഞെട്ടിക്കാൻ വേണ്ടി ഒരു വടക്കൻ പാട്ടുകളെ കഥാപാത്രം ആ ഒരു പശ്ചാത്തലമാക്കിക്കൊണ്ട് ഒരു സിനിമ വരുന്നുണ്ട്. അപ്പോൾ 2 സിനിമകളാണ് നമുക്കിനി മലയാളത്തിൽ റിലീസാകാനുള്ള, ദിലീപിൻ്റെ പ്രൊഫസർ ഡിങ്കനും ഈ ചേകവറും. അതിൻ്റെ സ്റ്റാർകാസ്റ്റൊക്കെ നമുക്കറിയത്തില്ല. അങ്ങനെ ഒരു ന്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി മലയാളത്തിൽ അന്യഭാഷകളിൽ ഇറങ്ങി ഡബ് ചെയ്ത് വന്ന 3D സിനിമകളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 2011 വന്ന ഡാം എന്ന് പറയുന്ന മൂവി, ഡ്രാക്കുള എന്നൊരു മൂവി വന്നിട്ടുണ്ട്.
അതും 3D മൂവിയായിരുന്നു. പക്ഷെ അതിൽ 3D എഫക്റ്റ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഡബ് എന്ന് പറയുന്ന രീതിയിലോട്ട് അത് പറയുന്നത്. പക്ഷെ എന്നാലും 2016 എന്താ ഷിലാൽ കല്ലൂർ എന്ന് പറയുന്ന മലയാളിയായിട്ട് തന്നെയുള്ള സംവിധായകൻ തമിഴിൽ ഡയറക്റ്റ് ചെയ്ത ജംബുലിംഗ് എന്നൊരു സിനിമ മലയാളത്തിൽ ഡബ് ചെയ്ത് 3D ആയിട്ട് വന്നിട്ടുണ്ട്, 3D മൂവിയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും സിനിമകൾ അപ്പം മലയാളത്തിലോട്ട് വന്ന ഡബ്ബായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തൂ. പക്ഷേ ഞാൻ ചോദിക്കുന്ന കാര്യം, ലാലേട്ടൻ മൈ ഡിയർ കുട്ടിച്ചാത്തനെ മാത്രം ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന എ വിൻസെൻ്റ് ഡയറക്റ്റ് ചെയ്ത പൗർണമി രാവിലെ എന്ന് പറയുന്ന സിനിമ, അതും 3D സിനിമയാണ്, അതിനെ വിട്ട് കളഞ്ഞിരിക്കുന്നു. 2011 വന്ന മലയാളിയായിട്ട് തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലോട്ട് അവർ ചെയ്ത 2012 വന്ന സെയിൻറ്റ് ഡ്രാക്കുള വിട്ടുകളഞ്ഞിരിക്കുന്നു. ഓക്കെ, 2014 വന്ന രക്തരക്ഷസ് എന്ന് പറയുന്ന മലയാള പടം വിട്ടുകളഞ്ഞിരിക്കുന്നു. 2015 വന്ന മായാപുരി എന്ന് പറയുന്ന സിനിമ 3D സിനിമ അദ്ദേഹം വിട്ടുകളഞ്ഞിരിക്കുന്നു. ഇനി തമിഴിൽ തന്നെ നമുക്ക് 2003 ഈ നേരത്തെ മൈ ഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ സഹോദരൻ ജോസ് തന്നെ 2003 മാജിക് എന്നൊരു പടം, അത് മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം സിനിമകൾ ഈ 40 വർഷത്തിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. ഇനി തമിഴിൽ തന്നെ റിലീസായിട്ടുള്ള 2023 തന്നെ നമ്മളെ വിജയ് യേശുദാസയുടെ നായകനായിക്കൊണ്ട് ഒരു പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചുകൊണ്ട് വന്നിട്ടുള്ള സാൽമൻ എന്നൊരു പടം വന്നിട്ടുണ്ട്, അത് മലയാളത്തിൽ ഡബ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ 40 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ തന്നെ വന്നിരിക്കുന്ന ഒരു 3D മൂവി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു തെറ്റായ അവകാശവാദമാണ്. ഒരു പക്ഷേ ടങ് സ്ലിപ്പായതായിരിക്കാം. പക്ഷെ എന്നാലും അദ്ദേഹത്തെ പോലൊരാൾ അത്രയും വിശദമായി മനസ്സിലാക്കാതെ ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബറോസ് എന്ന് പറയുന്ന സിനിമയുടെ ക്വാളിറ്റി, ആ ഒരു മേക്കിംഗ് ക്വാളിറ്റി, ഇന്ന് ഉപയോഗിച്ചിരിക്കുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് കൊണ്ടുള്ള കാര്യങ്ങൾ, അതൊന്നും ഇന്ന് വരെ ഇന്ത്യൻ സിനിമയിൽ വന്നിട്ടുള്ളതല്ല. അത് 100% സത്യമാണ്. പക്ഷേ 40 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ വരുന്ന 3D മൂവിയാണ് ബറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശുദ്ധ അസംബന്ധമാണ് ലാലേട്ട. അത് താങ്കൾക്ക് മുമ്പ് ഇവിടെ സിനിമകൾ ചെയ്ത, അതായത് മണിച്ചേട്ടനെ പോലുള്ളവരോടും വിൻസെൻ്റ് സാറിനെ പോലുള്ളവരോടുമൊക്കെ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു നീതികേടാണ് താങ്കളുടെ ഈ പ്രസ്താവന എന്ന് ഞാൻ പറയും. ഞാൻ പറഞ്ഞില്ല, ബറോസ് എന്ന സിനിമ റിവ്യൂ ഞാൻ കാരണം ഞാൻ ആ മൂവി കണ്ടിട്ടില്ല, എനിക്ക് കാണണം. പക്ഷേ ഇതൊരു കോണ്ടൻ്റായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. എനിവേ, അരയാലിൻ്റെ ന്യൂ ഇയർ ആശംസകൾ എല്ലാവർക്കും. അപ്പോൾ ലാലേട്ട, ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ താങ്കളുടെ ഭാഗത്തുനിന്ന് പറ്റാതിരിക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു. ബൈ.